എന്നാ ഞാൻ പോട്ടെ മാഷേ. ഓ, ഇടയ്ക്കിടയ്ക്ക് വരണം. വരാം. മാഷേ, അത്യാവശ്യം ഇരിക്കാനും കിടക്കാനും വേണ്ടിയുള്ള ചില ഉപകരണങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒന്നാം തരം കരിവീട്ടിയിൽ തീർത്ത ആനക്കുട്ടികൾ, ദാരുശില്പങ്ങൾ, ഇതെല്ലാം ഇനി മാഷക്കുള്ളതാ. ഈ തറവാട് മാഷ് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളണം. ഒരിക്കലും നോവിക്കരുത്, വിൽക്കരുത്, ഇടിച്ചു പൊളിച്ച് കളയുകയും വരുത്. പോട്ടെ. കുടിച്ചത് മതി കേട്ടോ. എടേ, ഇന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. ഞങ്ങൾ കുടിക്കും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ പെട്ട പാട് അത് ഞങ്ങൾക്ക് അറിയാവൂ. കൈമാറ്റം ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നായിരുന്നു കണിയാൻ പറഞ്ഞത്. കേക്കടി അമ്പമ്പോ, എന്തൊക്കെ അത്യാഹിതങ്ങൾ നടക്കാനിരുന്നതാ. ഈ ഇരിക്കുന്ന പിള്ളേച്ചൻ വരെ തട്ടിപ്പോകേണ്ട കേസല്ലേ? പിള്ളേച്ച പിള്ളേച്ച ദോഷം വീടിനാണെങ്കിൽ അവിടെ താമസിക്കുന്ന ആർക്കും അപകടം വരാവുന്നതല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അറിഞ്ഞോണ്ടൊരു പാവത്തിനെ പറ്റിക്കായിരുന്നു അല്ലേ? അറിഞ്ഞോണ്ടാ കേറി പൊടിയാകത്ത. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം? കുഞ്ഞെ, അയാൾ എന്തോന്നോ ഒരു വാദിയാ, യുക്തിവാദി. ആ കുന്തം തന്നെ. അങ്ങനെയുള്ളവർക്ക് ദോഷവും ശാപമൊന്നും ഏൽക്കില്ല. അല്ലേലും നേരും നെറിയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ ചന്തുവേ? എന്തൊഴി ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ല, ഇന്ന് നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ കുടിക്കും. ആ പണിക്കരേ, താരാ കുത്തിയോട്ടപ്പാട്ടൊന്ന് പാടിക്കേ. എന്തോന്ന് കുത്തിയോട്ടപ്പാട്ട്? നല്ല അസൽ സിനിമാ പാട്ട് തന്നെ പാടാം. ചന്തുപ്പണിക്കരെ വെറും പഴഞ്ചനാക്കല്ലേ പിള്ളേച്ച. എന്നാ തന്റെ വായി വരുന്ന അങ്ങോട്ട് പാട. വായിൽ വരുന്നതാ ചന്തുവിന്റെ പാട്ട്. സമയമാം ഞാൻ സ്വർഗയാ. ഇതാണോ ഇത്? തന്റെ ശവം അടക്കുമ്പം താൻ പോയി പാടറോ? ഈശ്വര, അവിടൊന്നും വരുത്തല്ലേ. റാണി ഉറങ്ങിയോ? അവൾക്ക് വലിയ വിഷമമുണ്ടെന്നാ തോന്നുന്നത്. മാഷൊരു മര്യാദക്കാരനായിരുന്നു. ചായപ്പിന്റെ അകത്ത് കേറിയ അങ്ങനെ ഒരാൾ അവിടെ കഴിഞ്ഞിരുന്നു എന്ന് പുറത്താരും അറിഞ്ഞിരുന്നില്ല. വില കണക്കാക്കിയിട്ടല്ല, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണല്ലോ ദിവസവും പാല് കാച്ചി കൊടുത്തോണ്ടിരുന്നത്. എല്ലാം വെള്ളത്തിലായോ എന്റെ പൊന്നു ചാലു? പെണ്ണിനെ ഇഷ്ടമാണേലും അല്ലേലും ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാത്ത തരക്കാരനാ. നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ? എനിക്കൊരു സംശയമുണ്ട് ജാനു. ആ കള്ള നിലവലാതി പിള്ളക്ക് മോളെ മാഷ തലയെ കെട്ടിവെച്ചു കൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ എന്ന്? ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും വിശ്വാസത്തിൽ ആ ഭാർഗവി നിലയം മാഷക്ക് എഴുതി കൊടുക്കൂ. അങ്ങേര് വലിയ പണക്കാരൻ. മോൾക്കൊരു ചെറുക്കനെ കിട്ടാൻ എന്തോന്നോ അത്ര പാട്. മാഷയുടെ വില നിനക്ക് അറിഞ്ഞൂടാ. അങ്ങേരെ പോലെ അന്തസ്സുള്ള എത്ര പേരുണ്ട് ഈ നാട്ടില്. നീ മാഷൊന്ന് ചോദിക്കേ റാണി ഇഷ്ടമാണോന്ന്. അത് ചോദിക്കാനൊന്നുമില്ല. പെണ്ണിന്റെ മട്ട് കണ്ടറിഞ്ഞൂടെ?
എന്നെ എപ്പോ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നിനക്കൊന്ന് ചോദിക്കാവോ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താ? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താണ്? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താ? അളിയാ, നാടൻ എന്തായാലും നാടൻ തന്നെ. വണ്ടിക്കൂലി മുടക്കി ഇതുവരെ വന്നാലെന്താ? വേഷം മിനിങ്ങേച്ച് പോവാലോ. കുറച്ചു ദിവസമായല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട്. നാട്ടുമ്പുറത്തെ കാറ്റൽപ്പം പെശകാണ്. അണ്ണാ മുടക്കല്ലേ അണ്ണാ, ഇത് നമ്മുടെ സ്ഥിരം പാർട്ടികളാണ്. എന്റെ അഞ്ഞില് പാർട്ടിയാടല്ലേ അണ്ണാ. നീ പോകാറുണ്ട് യവന്മാർ സമാധാനം പറയട്ടെ. എന്താ സാറിനിപ്പോ എന്താ വേണ്ടത്? ഇടാ, എന്റെ എരവി മുതലാളിയുടെ മകളുമായിട്ട് നിനക്കൊക്കെ എന്താണ് ബന്ധം? പിന്നെ ബന്ധുരമായ ബന്ധം, സന്തതമായ ബന്ധം, നിതാന്തമായ ബന്ധം. എടാ, മനസ്സിലാകുന്ന ഭാഷയിൽ പറയടാ. താൻ ആര്? വില്ലേജ് ഓഫീസർ പോവേ? ഞാൻ ആരാണെന്ന് നിനക്കറിയണോ? ഇഴിച്ച് കൂമ്പ് ഞാൻ കിടക്കും. താൻ കലക്കോ? പിന്നെ കലക്കും. നില്ല തമാശ കളയട്ടാ. ചേട്ടനത് അടി വെച്ചു കൊടുത്ത അവൻ ബാക്കി ഉണ്ടാവും. അവൻ വെള്ളത്തിന്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് ചേട്ടനത് കാര്യമായിട്ടെടുത്തോ. അടിച്ചു തരത്തടാ. പീസായി പോ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അച്ഛൻ വഴക്കിനൊന്നും പോകണ്ട. മിണ്ടാതിരിക്കടി. ഇന്നവന്മാർ ഇത്രയും ചെയ്തു, നാളെ നടുറോട്ടിന് നിന്നെക്കാരെ പിടിച്ചാലോ? അവന്റെ ഒക്കെ കഷ്ടകാലം. എന്റെ പൊന്നി എരവി മുതലാളി, അവന്മാര് സേതുക്കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വെച്ച് എനിക്ക് മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല. എന്റെ ചോരയങ്ങ് തിളച്ച് കയറി. പിന്നെ എനിക്ക് കണ്ണൂടാ. ഞാൻ അങ്ങോട്ട് ഇടി തുടങ്ങി. ആദ്യത്തെ ഇടിക്ക് തന്നെ ഒരുത്തന്റെ മൂക്ക് ചപ്പി ചമ്മന്തിയായി. രണ്ടാമത് കൈ പൊക്കുന്നതിന് മുമ്പ് അവൻ മൂട്ടി വീണുപോയി. മറ്റവന്മാർ രണ്ടുപേരും എന്നെ കൊല്ലല്ലേ തോമേട്ടാന്നും പറഞ്ഞുകൊണ്ട് എടുത്താ ഓട്ടം. ഞാൻ വിടുവോ? കൂടെ വിട്ടു. ആ പുളിഞ്ഞ വാഴത്തിന്റെ അവിടെ കൊണ്ടിട്ട് പിടിച്ചു. അവന്റെ അടി വയറ് നോക്കി ഒറ്റ ചവിട്ട്. എന്റെ ഭാഗ്യത്തിന് അവൻ ചത്തില്ലേ? മറ്റവൻ നിന്ന് ഈയൽ വിറയ്ക്കുന്നത് പോലെ കിടുകിടുകിടുകിടാന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു പോയി മുതലാളി. സങ്കടം വരും. എന്നാലും അവൻ ചെയ്ത തെറ്റിനെന്തെങ്കിലും ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തു ഒരെണ്ണം. ഏതായാലും നമ്മളല്പം മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി. എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. താനുകളകത്ത് പോ. കാത്തേ, ആ ആപ്പിൾസും ഗ്രേപ്സും ഒക്കെ എടുത്ത് ടേബിൾസ് വെക്കേ. തോമല്ലേ എല്ലാം പിന്നെന്താ? ഞാൻ അവന്മാരെ പിടിക്കാൻ വേണ്ടി കാടും മേടും മുഴുവനും ഓടിയതല്ലേ മുതലാളി. ദേഹമെല്ലാം ഭയങ്കര വേദന. വേദന മാറ്റാം. തോമ പോയിട്ട് നാളെ വാ. ഇന്ന് രാത്രി ഒന്ന് ഉറങ്ങി കിട്ടണമല്ലോ. ഉറങ്ങിക്കോ. ഒരു 100 200 രൂപയോ? അല്ല, മില്ലിക്കുള്ള കാശ്. മില്ലി അത് വരാ. രണ്ട് ഉലുവയോ? 2 ഉലുവായിക്ക് ഉറങ്ങിയാ മതി. നമസ്കാരം. എന്താ പിരിവുകാരാണോ? പിരിവുകാരും പിച്ചക്കാരും ശനിയാഴ്ച ഉച്ചയ്ക്ക് വന്നാ മതി. അന്നേ ഞാൻ പിച്ച കൊടുക്കൂ. ഇതുവരെ പിച്ച എടുക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ മുതലാളി കനിഞ്ഞില്ലെങ്കിൽ അധികം താമസിയാതെ അതും തുടങ്ങേണ്ടി വരും. 1 2 3 ടോട്ടൽ 3 ഫാമിലീസ്. ഈ 3 ഫാമിലീസും ഇന്ന് കണ്ണീരിലാണ്ടിരിക്കുകയാണ് മുതലാളി. ആഹാ, അതിനും മാത്രം കണ്ണീരെവിടുന്ന് കിട്ടി? ആണ്ടുപോകാൻ മാത്രം. സാർ, അവനത് കുറച്ച് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ 3 കുടുംബങ്ങൾ, അവരുടെ കംപ്ലീറ്റ് ഫ്യൂച്ചർ ഇന്ന് അപകടത്തിലാണ് സാർ. ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും ബ്രില്യൻ സ്റ്റുഡൻസ് ഞങ്ങൾ 3 പേരുമാണ്. ആർക്കാണ് 1ാം റാങ്ക് കിട്ടുക എന്ന് മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇടുത്തി പോലൊരു സസ്പെൻഷൻ ഞങ്ങളുടെ തലയിൽ വീണത്. അപ്പൊ നിങ്ങളാണ് ആ മാതൃകാ വിദ്യാർത്ഥികള്? ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ലേറ്റായി പോയില്ലല്ലോ സാർ? കുറച്ച് ലേറ്റായി പോയി. അന്നെങ്ങാനും നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ
ഈ രവിപ്പിള്ളയുടെ കൈയുടെ വെയിറ്റ് നിങ്ങൾ അറിഞ്ഞേനെ. ഞങ്ങളുടെ ഫേറ്റർ ആണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള 4-5 ഹിറ്റ്സ് എന്നുള്ളൂ സാർ. പക്ഷെ ദേവിയെ ഞങ്ങളെ ഹേറ്റ് ചെയ്യരുത്. ഹേറ്റ് ചെയ്യും, ഞങ്ങളെ ഹേറ്റ് ചെയ്യരുത് സാർ. ഹേറ്റ് ചെയ്യും, അല്ല ഹേറ്റ് ചെയ്യരുത്. ചെയ്യും ചെയ്യും ചെയ്യും. ഞങ്ങളെ hate ചെയ്യരുത്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മാഷ. ഇത് എന്റെ അനിയനാണ്. നിങ്ങൾ ഇപ്പൊ വന്നത് യവമാരുടെ ഭാഗ്യം. ഞാൻ എന്നെ തന്നെ മറന്നു നിൽക്കുകയായിരുന്നു. മാഷത്തോട് തൊട്ട് ഇരിക്കാം. ഞങ്ങൾ നിരപരാധികളാണ്. എന്താ? സാർ ഒന്ന് പറയണം സാർ. സാർ ഞങ്ങൾ എന്താ സാർ ഇനി മേലും ഞങ്ങൾ സമാധാന അക്ഷരം എന്താ വേണ്ടില്ല. ഇത്? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് പോകുമെന്നാണ് അർത്ഥം. വരൂ. നിങ്ങളോടല്ല, മാഷോടാ. കഞ്ഞി കളവന്ന്. വരൂ. ഈ തെണ്ടിയുടെ കാല് പിടിക്കേണ്ടി വന്നല്ലോ ദൈവമേ. പോട്ടടെ കാര്യം കാണാൻ. രവിക്കാലം പിടിക്കണമെന്നാണല്ലോ പ്രമാണം. ചന്തുവേ, പട്ടി. സേതു വീട്ടിലുള്ളപ്പോ ചെന്നാ മതിയായിരുന്നു. എങ്കിൽ ചീത്തവിളി അവളുടെ മുമ്പ് വെച്ചാകുമായിരുന്നു. ആ പെരട്ട കിളവന്റെ മുമ്പിൽ വെച്ച് ആ പെണ്ണിനോട് ചോദിക്കാമായിരുന്നല്ലോ. ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കാമായിരുന്നു. ഓഹോ, അത് ശരി. ആരാ മനസ്സിലായില്ലല്ലോ. ദാസേട്ടൻ പറഞ്ഞു ഗുരുക്കളൊരു സംസ്കൃത പണ്ഡിതനാണെന്ന്. ആ ദാസേട്ടൻ അതാര്? സരസ്വതി വിലാസം ചായക്കടയുടെ അല്ല, UP സ്കൂളിലെ മാഷ. ദാസേട്ടന്റെ ഏട്ടനാ. ഇരവി രാമപിള്ളയുടെ പഴയ വീട്ടിൽ ഇപ്പൊ താമസിക്കുന്ന. ഓ നമ്മളെ ദാസൻ മാസ്റ്റർ ആ. അനുജനാണോ? അപ്പൊ ഇങ്ങോട്ട് കയറിയട്ടെ, ഇങ്ങോട്ട് കയറിയട്ടെ. ഇവിടെ വരിക. അല്ല ഇവിടെ അങ്ങോട്ട് കയറുക. ഇവിടെ വരിക, ഇവിടെ വരിക. വേഗം പോയി ചിക്കിലേക്ക് വരിക. ഒട്ടും താമസിക്കില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വേഗം വരിക. എനിക്കിരിക്കുക. നല്ല അനുസരണോ. എന്താ സംസ്കൃതം പഠിക്കണമെന്ന് ഉദ്ദേശമുണ്ടോ? ഏയ് അല്ലല്ല, എനിക്ക് ഒരു ചെമ്പ് തകിട് കിട്ടിയിട്ടുണ്ട്. ഓ അതിൽ സംസ്കൃതത്തിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഓ പുതുശ്ശേരി തറവാടിന്റെ കാലനിർണയത്തിന് സഹായിക്കുന്ന വല്ല തെളിവുകളും കിട്ടുമെന്ന് അറിയാനാണ്. ഓ ചില അക്ഷരങ്ങള് മാഞ്ഞു പോയിട്ടുണ്ട്. ഉം. അതുകൊണ്ട് ആശയങ്ങൾ വെക്കുകയല്ല. ആ. ഞാനൊരു കാര്യം ചെയ്യാം. ഈ ഇടത്തും വലത്തുള്ള അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് ഉം. ഇടയിൽ മാഞ്ഞു പോയിട്ടുള്ള അക്ഷരം ഏതാ ഞാൻ ഗണിച്ചു നോക്കാം. അതിന് കുറച്ച് സമയമെടുക്കും. ഉം. നാളെയോ മറ്റന്നാളോ ഇതുവഴി വരുമ്പോ ഞാൻ അവിടെ ശരിപ്പെടുത്തി തരാം. ആ. എന്നാ ഇറങ്ങിക്കോളൂ, ഇറങ്ങിക്കോളൂ. അയ്യോ എന്റെ അമ്മ, അയ്യോ. താനായിരുന്നോ? ഉയരെടുത്തു പോയല്ലോടോ. 5 മണി മുതലേ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ വഴിയിൽ കാത്തു നിൽക്കുക. എന്തിന്? മനുഷ്യനെ പേടിപ്പിച്ചു കൊല്ലാനോ? ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. എന്നാ താനും കയറി ഇരിക്കുക. എനിക്കിപ്പോ ഒരിടത്ത് ഇരിപ്പുറച്ചില്ല. പ്രദേശം കൊണ്ട് അറിയാതെ. എന്തുവാടോ? പറയാം. പക്ഷേ എന്തു പക്ഷേ? എന്നെ പിള്ളേച്ചൻ തെറ്റിദ്ധരിക്കരുത്. ഇല്ല. പിള്ളേച്ചന് സ്വപ്നം കാണാൻ പറ്റാത്തൊരു സൂത്രം കൈവരാൻ പോവുകയാണ്. എന്തുവാടോ താനീ പറയുന്നേ? വിശദമായി പറയുന്നതിന് മുമ്പ് പിള്ളേച്ചൻ എനിക്ക് ഉറപ്പ് തരണം. എന്തുറപ്പ്? കിട്ടുന്നതിൽ പാതി. എന്താണെന്നറിയാതെ? എന്തായാലും ശരി. പോരാ, ആണയിടണം. എന്റെ ഒറ്റ മകളാണ് സത്യം. കിട്ടുന്നത് പാതി. ദാസൻ മാസ്റ്റർക്ക് പിള്ളേച്ചൻ വിറ്റ് കഴിഞ്ഞ പുതുശ്ശേരി തറവാട്ടിന്റെ നടുമുറ്റത്തുള്ള കുളത്തിൽ വിലമതിക്കാനാവാത്ത വിധം വിലയുള്ള ഒരു നിധികുംഭം അടക്കം ചെയ്തിട്ടുണ്ട്. പല ദൈവങ്ങളാണ് സത്യം. ജലാന്തർഭാഗെ വെള്ളത്തിനടിയിൽ മധ്യേ കമലതളം, താമര അടയാളം. മുക്കോ ത്രയങ്കുലം കുഴിച്ചു ചെന്നാൽ സൂര്യപ്രഭോ നിധികുംഭ. സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന നിധികുംഭം.
നമസ്കാരം. അല്ല ആരൊക്കെയാ ഇത്? മേലേക്ക് വന്നാട്ടെ. പാടോ. ഇതുവരെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റിയില്ല മാഷെ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? അതെ അതെ, ഞങ്ങളുടെ കടമയല്ലേ. ഈശ്വര, എങ്ങനെ കിടന്നിരുന്ന വീടാ? അതെ, മുഴുവൻ മാറാല പിടിച്ചു. ശരിയാ. അടിച്ചു വാരാൻ ആരായിരിക്കുന്നേ? അതും ശരിയാ. കൊള്ളാം. ഇങ്ങോട്ടിരിക്കാം. വടി പിടിയിടൂ. ഇരിക്കാം. ഇരിക്കാം. ഇരി ചന്തുവേ. ആട്ടെ മാഷേ, ഇതുവരെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രേതോപദ്രവമോ മറ്റോ? അല്ല, അറിയണമല്ലോ. പ്രേതം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്റെ അടുത്ത് വരികയില്ല. അതാ ഞാൻ പറഞ്ഞത്. അല്ല, അടുത്ത മാസം മുതൽ ഞാൻ രൂപ കുറേശ്ശെ തന്നു തുടങ്ങാം. അയ്യോ, ഞാൻ മാഷോട് കാശ് ചോദിക്കാൻ വന്നിരിക്കുകയാണെന്നാണോ കരുതിയത്? അല്ല, എന്തായാലും തരാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. മാഷേ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം മുതൽ ഞാൻ മാഷോട് പറഞ്ഞിട്ടുള്ളതാ, കാശല്ല വലുത്, മനുഷ്യര് തമ്മിലുള്ള സ്നേഹമാ. മാഷേ, മുന്നിലിരുത്തി പുകഴ്ത്താണെന്ന് കരുതരുത്. ഇത്രയും നല്ല മനസ്സുള്ളൊരു മനുഷ്യനെ ഓ ഈ പുറത്ത് കാണുന്ന തിളക്കൊക്കെ അകത്തുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ വീട് മാഷക്ക് കൈമാറ്റം നടത്തിയ ദിവസം രാത്രി ഈ പാവം മനുഷ്യൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല മാഷേ. കുട്ടികളെപ്പോലെ ഇരുന്ന് കരയായിരുന്നു. അത്രമാത്രം ആത്മബന്ധമുള്ളൊരു വീടാണേ. ശരിയാണ്. പണിക്കര് പറഞ്ഞല്ലോ, വീട് കൈമാറ്റം ചെയ്ത ദിവസം രാത്രി ഞാൻ കരയുകയായിരുന്നെന്ന്. എന്നാ സത്യം അതല്ല മാഷേ. അന്ന് മുതൽ ഇന്നു വരെ ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. ഒന്ന് മയങ്ങിപ്പോയാൽ ഉടനെ സ്വപ്നത്തിൽ പരദേവതകളുടെ വരവായി. ദൈവങ്ങളാണേ. എടാ ഇരവി രാമൻപിള്ളേ, കുലദ്രോഹി, സ്വന്തം തറവാട് കളഞ്ഞു കുളിച്ചോനെ എന്നും പറഞ്ഞ് പരദേവതകൾ ഒന്നടങ്കം എന്നെ കിടത്തി പുറത്തേക്കില്ല മാഷേ. ഞാൻ അധികം വളച്ചു കിട്ടുന്നില്ല. മാഷ് തന്ന കാശ് ഞാൻ തിരിച്ചു തരാം. വീടൊഴിഞ്ഞു എന്നാ വലിയ ഉപകാരമായി. എനിക്ക് മനസ്സമാനത്തോടെ കിടന്നൊന്ന് ഉറങ്ങാമല്ലോ. തന്ന കാശിന് ഞാൻ പലിശ തന്നേക്കാം. പലിശയുടെ അല്ല, ബ്ലേഡ് കമ്പനിക്കാർ തരുന്ന അത്രയും പലിശ തരാം. അല്ല, അതൊന്നും അല്ല. നാട്ടിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് കിട്ടിയ കാശാ ഞാൻ അങ്ങോട്ട് തന്നത്. പെട്ടെന്നിപ്പോ വേറൊരു സ്ഥലം ശരിയാകാതെ വൈകിയാ പറ്റില്ല. ഇനിയിപ്പോ പലിശ മാത്രം പോരാ, ലാഭം കൂടെ വേണമെങ്കിൽ അതും തന്നേക്കാം. ഒരു 10,000 രൂപ കൂടുതൽ തരാം. അയ്യോ, 10,000 രൂപയോ? അതല്ല, അയ്യപ്പൻ ചേട്ടന്റെ ചായപ്പിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകാൻ പ്രയാസമുണ്ട്. വേറൊരു വീട് ശരിയാകുന്നത് വരെ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? എവിടം വരെ ആയി ഗവേഷണമൊക്കെ? അങ്ങനെ പോകുന്നു. രാസേട്ടാ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്. ഈ ഗവേഷകൻ അത്ര ശരിയല്ല. നീ പറഞ്ഞത് ശരിയാണ് ചന്തുവേ. എന്തുവാ രാസേട്ടാ, താമസിക്കാൻ വേറെ വീട് കിട്ടിയാൽ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കുന്ന രാസേട്ടൻ പറയുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പാവത്തിന് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഉറക്കം വരുന്നെങ്കിൽ വല്ല സ്ലീപ്പിംഗ് പിൽസും കഴിക്കട്ടെ. എന്ത് വന്നാലും ഈ വീട് ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല. പതുക്കെ വീടാക്കി വിട്ടുകൊടുത്താലും നിന്റെ ഗവേഷണത്തിനൊന്നും അങ്ങനെ എതിര് പറയൂല. ഈ വീട്ടിന്റെ റിയൽ വാല്യൂ എന്താണെന്ന് ദാസേട്ടന് അറിയില്ല. മുടക്ക് മുതലും ലാഭവും തരാമെന്നല്ലേ അങ്ങനെ പറയുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ദാസേട്ടൻ പറയുന്ന വാല്യൂ രണ്ടും രണ്ടാണ്. എടാ, ഞാൻ ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അല്ലടോ, ഇത് അതല്ല. വീടൊഴിയാൻ ദാസേട്ടന് മാത്രമല്ല, എനിക്കും തീരെ താല്പര്യം തോന്നുന്നില്ല. ഗോപൻ കുഞ്ഞ് ഇപ്പൊ വന്നതല്ലേ? ദാസമാഷ് പറയട്ടെ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്ത് വിട്ടി തമാശ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ നിങ്ങൾ ഈ വീട് വിലക്കെടുത്തത്? ഇഷ്ടമുണ്ടായിട്ടല്ലോ. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് എവിടുന്ന് ഒന്നും ഒരു ഇഷ്ടം. രേഖാമൂലം വീട് എഴുതുന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ ഇഷ്ടം കൂടി ഒരു പ്രശ്നമാണല്ലോ. താനൊന്നും ഉണ്ടായിരിക്കണം. രൂപ മുഴുവൻ വാങ്ങിയിട്ടല്ല ഞാൻ വീട് എഴുതി കൊടുത്തത്. ഇനിയിപ്പോ വിറ്റിട്ടില്ല എന്ന് രേഖ ഉണ്ടാക്കാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിൽ പിന്നെ വെറുതെ നിർബന്ധിക്കുന്നതിന്. ദാസമാഷ് എന്ത് പറയുന്നു? മാഷ് പറ. ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം. 25,000 50,000 നിങ്ങൾക്ക് അധികം തരാം. പക്ഷേ എനിക്ക് നിർബന്ധമായും വീട് ഒഴിഞ്ഞു തന്നേ പറ്റൂ. കാശല്ല പ്രശ്നം. പിന്നെ എന്തൊലക്കെയാണോ പ്രശ്നം? എവിടുന്ന് വന്നടാ ഈ ശ്രീകരൻ? ഹലോ, യെസ്.
നിങ്ങൾക്ക് എന്നെ തന്തയാവാനുള്ള പ്രായമുണ്ട്. വാക്കുകൾ കുറച്ച് സൂക്ഷിച്ചുപയോഗിച്ചാ കൊള്ളാം. ഇല്ലെങ്കിൽ നീ എന്നെ വിഴുകിക്കളയോ? ക്ഷമിക്കണം പിള്ളേച്ച, പയ്യനല്ലേ, ഇവരെല്ലാഞ്ഞിട്ടാ. ആവശ്യത്തിനുള്ള വിവരമൊക്കെ ഉണ്ട്. ഒന്നും മിണ്ടറിയോ വാ. പിള്ളേച്ചൻ ആരാണെന്ന് വിചാരിച്ചിട്ടാ കിടന്ന് വിലസുന്നത്. വന്നാട്ടെ പിള്ളേച്ച. ആലോചിക്കാൻ ഞാൻ കുറച്ചുകൂടെ സമയം തരുന്നു. പാലക്കാട്ടുകാരി എന്റെ നാട്ടിൽ വന്ന് എന്നോട് മത്സരിച്ച് ജയിക്കാമെന്ന് വിചാരിക്കണ്ട. ഇത് ഇരവി രാമൻപിള്ളയാണ്, പപ്പനാവന്റെ മണ്ണ് ജനിച്ചവൻ. അതത്ര നല്ലതല്ല. അഹോ, അയ്യോ, അയ്യോ. എന്റെ ആയുസിൽ അവൻ എഴുന്നേറ്റ് നടക്കത്തില്ല. അതുപോലെ പെരുമാറിയിട്ടുണ്ട്. എന്നിട്ട് വീടൊഴിയാൻ സമ്മതിപ്പിച്ചോ? ആദ്യം അവൻ സമ്മതിച്ചതാ. നിലവിളി കേട്ട് നാട്ടുകാർ കുറെ ഓടിക്കൂടി. എങ്ങാനും കാഞ്ഞു പോയാ സാക്ഷി പറയാൻ ആളുണ്ടാകുമല്ലോ എന്ന് കരുതി തോമാ തല്ലങ്ങ് നിർത്തി. വീടൊഴിയുമോ? ഒഴിയുമോ എന്ന് ചോദിച്ചാ ഒഴിയണം. ഉളുവാ പിള്ളേച്ച, കൊടുക്കാൻ പോയപ്പോ കൊണ്ട് കാണും ഇല്ലടോ. കൊള്ളും കൊള്ളണമെങ്കിലേ തോമാ ചന്തപ്പണിക്കലായിരിക്കണം. നീ തറതല പറയാതെ ഉള്ള കാര്യം പറ. വീടൊഴിയുമോ? വീടൊഴിയുമോ? അത് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ച അവരുടെ കാര്യം അവർക്കല്ലേ അറിയാവൂ മുതലാളി. 15 കുപ്പി കള്ളും 100 രൂപ വെള്ളത്തിലായി. ഒരുപാട് മറ്റേ വർത്തമാനം പറയുന്നു. തോമാ ഒരു കാര്യം വെച്ചാൽ അത് നേരിട്ടേ വന്നിട്ടുള്ളൂ. ഒരു ചട്ടമ്പി വന്നിരിക്കുന്നു. ചന്തുവേ. എന്തുവേ? ഗണകന്റെ അറ്റ കൈയൊന്ന് നോക്കിയാലോ? എന്ത് ക്ഷുദ്രം. ഗണകൻ ക്ഷുദ്രം ചെയ്താൽ പ്രേതങ്ങൾ വീടൊഴിയും. അവന്മാരവിടെ ഉറക്കുകയും ചെയ്യും. തലവേദനയായല്ലോ ഈശ്വര. മുതലാളി. സാറേ. ഇരവിച്ചേട്ടാ, ഞങ്ങളുടെ കാര്യം ശല്യപ്പെടുത്താതെ പോടോ. ഇവിടെ ചില പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഇനി അധികം വച്ച് നീട്ടിയ ഈ വീട്ടുപടിക്കാൻ ഞങ്ങൾ ശവം കാണും സാറേ. അപ്പൊ അടിയുടെ ചൂട് മറന്നിട്ടില്ല. ശരി, പോയിട്ട് നാളെ കാലത്ത് വാ. ഞാന് സമാധാനമായിട്ടൊന്ന് ആലോചിക്കട്ടെ. നാളെ ശരിയാകുമോ സാർ? പോയിട്ട് വരാൻ പറഞ്ഞില്ലേ, നോക്കാം. അതെ, നിന്നേ. സസ്പെൻഷൻ ഞാൻ പിൻവലിപ്പിക്കാം. ചേട്ടാ, പക്ഷേ കിട്ടിയത് പോരല്ലേ? എന്റെ ദൈവമേ, സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി ചാത്തനേർ നീ എന്തെല്ലാം അനുഭവിക്കണോ ദൈവത്തിനറിയാം. ഇതൊക്കെ അന്നേരം ആലോചിക്കണമായിരുന്നു. 3 പേരും 3 ഡയറക്ഷനിലോട്ട് പോകണം. എറി കണ്ടാ ഒരു സംശയം തോന്നരുത്. പിന്നെ തമ്മി എറി കൊള്ളരുത്. കൊണ്ടു കഴിഞ്ഞ് അബദ്ധം പറ്റിയാന്ന് പറഞ്ഞാ പ്രശ്നമാവും. നീ ആരുടെ കമാൻഡ് വേണു കേട്ടല്ലേ? ഓ, ലക്ഷണമുണ്ട്. സൈക്കിൾ അങ്ങോട്ട് മാറ്റി. നീ വാക്ക് വാശത്തോട്ട് വയ്ക്കും. ഞാൻ ഈ ഭാഗത്ത് കാണും. എറിയുമ്പോ സൂക്ഷിക്കണേ. അമ്മോ,